നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ ജീറ്റുവാർ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും നിങ്ങളുടെ മുൻപാകെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം കൃപ തന്നതോർത്ത് ദൈവതിരുനാമത്തിന് സ്തോത്രം. പലപ്പോഴും ഇതിൽ പറയുന്ന പല വിഷയങ്ങളും പലർക്കും അസ്വീകാര്യമാണ്, പലർക്കും ഭാരവും പ്രയാസവും ഉണ്ടാക്കുന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അത് ആദ്യം മുതൽ ഉള്ള ഒരു വിഷയം തന്നെയാകുന്നു. അത് ഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷകൾ ചെയ്തു വരുന്നത്. ഇത് ജീറ്റുവാർ പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ അപഗ്രഥിച്ച് സംക്ഷിപ്തമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അന്ത്യനൂറ്റാണ്ടിൽ അന്ത്യകാലത്തെത്തിയിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് പഴയ നിയമ പൗരോഹിത്യത്തെയും പുതിയ നിയമ പൗരോഹിത്യത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി ലേവ്യ പൗരോഹിത്യത്തിൻ്റെ നിയമത്തെയും രാജകീയ പൗരോഹിത്യ വർഗത്തിൻ്റെ നിയമത്തെയും തമ്മിൽ കോർത്തിണക്കി ഉപദേശ സത്യങ്ങളെ വെളിയിൽ കൊണ്ടുവരിക എന്ന ഏക ലക്ഷ്യമാണ് ഉള്ളത്. അപ്പസ്തലനായ പൗലോസ് തിമോഥയോസ് എന്ന തൻ്റെ ആത്മീയ പുത്രന്, തിമോഥയോസ് അന്നത്തെ വിഗ്രഹാരാധനയുടെ തലസ്ഥാന നഗരിയായിരുന്ന എഫെസോസിൽ ബിഷപ്പായിരിക്കുമ്പോൾ അവർക്ക് എഴുതുകയാണ് അവിടുത്തെ വിശുദ്ധന്മാർക്ക് ഇടയലേഖനത്തിൽ 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം ആകയാൽ, അതായത് ദൈവം തിരുവചനം എഴുതിയ ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ ശ്വസിച്ചിട്ട് അവർ ഉച്ഛ്വസിച്ച് എഴുതിയ ദൈവവചനം ആകയാൽ, എവരി സ്ക്രിപ്ചർ ഈസ് റിട്ടൺ ബൈ ദി ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവാത്മ പ്രേരണയാൽ എഴുതപ്പെട്ടതാകയാൽ. ലക്ഷ്യം, ദൈവത്തിൻ്റെ മനുഷ്യൻ തികഞ്ഞവർ ആകണം. ആ തികഞ്ഞവരാകേണ്ടതിന് എന്തെല്ലാം ചെയ്യണം? ഉപദേശിക്കണം, ഉപദേശം സ്വീകരിക്കാത്തവരെ ശാസിക്കണം, ആ ശാസന സ്വീകരിക്കുന്നവർക്ക് ഗുണീകരണം ഉണ്ടാകും, അത് നീതിയുടെ അഭ്യാസനത്തിന് പ്രയോജനമുള്ളതാകുന്നു. അതിനുവേണ്ടിയാകുന്നു ഞങ്ങൾ പ്രയത്നം ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതെന്ന് നിങ്ങളുടെ മുൻപാകെ ഇന്നത്തെ ഈ സംസാരത്തിൽ ആദ്യം തന്നെ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ കാണുന്ന അനാത്മീയ പ്രവർത്തനങ്ങൾ, പ്രവൃത്തികൾ, ശുശ്രൂഷകൾ എന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ, നമ്മുടെ കാതുകളിൽ പെടുമ്പോൾ ഇന്ന് മാത്രമല്ല അന്നും, അതായത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭാസ്ഥാപന ശതാബ്ദി വർഷം ആഘോഷിക്കുന്നതിന് മുൻപ് പെന്തക്കോസ്ത് ഉണർവിൻ്റെ ശതാബ്ദി സംവത്സരം ആഘോഷമായി നടക്കുന്ന ഇന്നത്തെ കാലത്ത് ഇവിടെ നടക്കുന്ന സകല സംഭവങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്ന യൂദ കർത്താവ് ജീവനോടിരുന്നപ്പോൾ തന്നിൽ വിശ്വസിച്ചില്ല. എന്നാൽ മരണപുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവ നേരിൽ കാണുകയും ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുകയും ചെയ്ത ശേഷം തൻ്റെ ശിഷ്യനായി തീർന്ന് ദൈവസഭാംഗമായി രാജകീയ പുരോഹിതവർഗമായി നിന്നുകൊണ്ട് ഈ ദൈവസഭയിൽ കടന്നുകൂടിയ അനാത്മീയ വചനവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടെഴുതിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. അതിൽ അന്നത്തെ രാജകീയ പുരോഹിതവർഗമായി സത്യത്തിനു സാക്ഷികളായി നിൽക്കുന്ന വിശുദ്ധന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് 3-4 വാക്യങ്ങളിൽ 2 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഈ ലേഖനം എഴുതിയതൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ലഭിച്ച ഒരു ഉപരിപ്ലവമല്ല ഇത്. അത് മനസ്സിലാക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് BC 4000 പ്രവചിച്ച ആദാം മുതൽ 7-ാമനായ ഹാനോക്കിൻ്റെ പ്രവചനത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി 14-15 വാക്യങ്ങളിൽ എഴുതിയത്. ഇവിടെ യാക്കോബ് പറഞ്ഞതിന് ശേഷം യൂദ പറയുകയാണ്, സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വൺസ് ഫോർ ഓൾ
ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അമെൻമെൻറ്റും ഇതിനകത്ത് വകഭേദങ്ങളും ഒന്നും വരുത്തുവാൻ അനുവദിക്കുകയില്ല. കാരണം ദൈവം മാറ്റമില്ലാത്തവൻ ആകയാൽ താൻ കൊടുത്ത പ്രമാണങ്ങളും മാറ്റമില്ലാത്തതത്ര. അതിനുവേണ്ടി താൻ അന്നത്തെ കാലത്ത് പോരാടി അതിനുശേഷം പ്രബോധിപ്പിച്ചു. എഴുതുകയാണ്, അതിനാവശ്യം എന്ന് തോന്നി നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി. സോദോമിലും ഗോമോറയിലും അത് തന്നെയാണല്ലോ നടന്നത്. ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നത്. അപ്പസ്തലനെ പൗലോസിനെ വിശ്വാസത്തിൻ്റെ അപ്പസ്തലൻ എന്നും പത്രോസിനെ പ്രത്യാശയുടെ അപ്പസ്തലൻ എന്നും യാക്കോബിനെ പ്രവൃത്തിയുടെ അപ്പസ്തലനും എന്നും യൂദയുടെ ലേഖനത്തിൽ കാണുന്ന വിഷയത്തിൽ തെറ്റിതിരുത്തി വിശുദ്ധിയിലേക്ക് നടത്തുന്ന അപ്പസ്തലൻ എന്നും ഒക്കെ ആത്മീയ നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞതിൽ പത്രോസിൻ്റെ ലേഖനം കണ്ടു. തിമോഥെയോസിൻ്റെ ലേഖനം 2-ാമത്തെ ലേഖനത്തിലും ഇന്നത്തെ ആത്മീയരെന്ന് സ്വയം ശോഭിക്കുന്ന ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെയും പ്രവൃത്തികളെ, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ചു. ഇന്നിവിടെ യാക്കോബ് അപ്പസ്തലൻ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം. ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന തൻ്റെ കാലത്തെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ മുഖപക്ഷം കാണിച്ചു. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കണം. മോടിയുള്ള വസ്ത്രം ധരിച്ച്, ഗുഡ്ലി ഫൈൻ അപ്പാരൽ, പുതിയ പുതിയ ഫാഷനുള്ള വസ്ത്രം ധരിച്ച്, പൊൻമോതിരം ഇട്ട് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ആരാധനാ സ്ഥലങ്ങളിൽ, അവിടെ കൊടുത്തിരിക്കുന്ന മൂലപദം സിനഗോഗ് എന്നാണ്. യഹൂദന്മാരുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരുന്നവർക്ക് മുൻഗണനയും ഊഷ്മള വരവേൽപ്പും കൊടുത്തു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന എളിയവരെ മാറ്റി നിർത്തി അവരെ നിലത്തിരുത്തി. മറ്റവർക്ക് ഇരിപ്പിടങ്ങളും കസേരകളും സിംഹാസനങ്ങളും അധ്യക്ഷവേദിയിൽ ഇരുത്തലും കൊടുത്തു. 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിധത്തിൽ മുഖപക്ഷം കാണിച്ചിരുന്നത് പാപവും നിയമലംഘനവുമാകുന്നു എന്ന് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ ഇന്നത്തെ ആത്മീയ സഭകളിലും ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ള പ്രവൃത്തികളാണോ ചെയ്യുന്നത്? അടുത്ത പാപം നോക്കുക. വിശ്വാസം ഉണ്ടെന്ന് നാവുകൊണ്ട് വിളംബരം ചെയ്യുകയും പ്രവൃത്തിയില്ലാത്തവരായും ഇരുന്നു. എന്തെല്ലാം വിളംബരങ്ങളാണ് ഫ്ലക്സ് ബോർഡുകളിലും മറ്റും നോട്ടീസുകളിലും മറ്റും വിളംബരം ചെയ്യുന്നത്. 2-ാം അധ്യായം 9, 17, 18 വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതിയാകും. അടുത്തതായി, അനവധി പേർ ദൈവവിളിയില്ലാതെ ഉപദേഷ്ടാക്കന്മാരായി പല വിഷയങ്ങളിലും തെറ്റിപ്പോയി. അവർക്ക് ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞുകൊള്ളണം. ശിക്ഷാവിധി ആർക്കാണ്? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എഴുതി, ആകയാൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. കാരണം അവർ ആത്മാവിനെ അനുസരിച്ച് നടന്നു, ജഡത്തിന്റെ പ്രവൃത്തികൾ ഉരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇവിടെ യാക്കോബ് എഴുതുകയാണ്, ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് അവർ നടക്കുന്നില്ല എന്നർത്ഥം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ഭാഗം, അവരിൽ പലർക്കും ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ തങ്ങളുടെ പ്രവൃത്തികളെ കാണിക്കാതെ
ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ ലക്ഷണത്തെ കാണിക്കാതെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുകയും ചെയ്തു. ഇന്നത്തെ ആത്മീയഗോളത്തിലെ ശുശ്രൂഷകന്മാരും നടത്തിപ്പുകാരും ഇതിൽ നിന്ന് വ്യത്യാസമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? 3 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഹൃദയത്തിൽ കയ്പ്, ഈർഷ്യ, ശാഠ്യം, സത്യത്തിന് വിരോധമായി പ്രശംസ, പോഷ്ക് എന്നിവ ഹൃദയത്തിൽ വെച്ചുകൊണ്ടല്ലേ കൺവെൻഷൻ പ്ലാറ്റ്ഫോമിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും നടത്തിപ്പുകാരും പ്രാസംഗ്യന്മാരും തമ്മിൽ അടുത്തടുത്തിരിക്കുകയും ഞായറാഴ്ച രാവിലത്തെ കർത്തൃമേശയിൽ അപ്പം മുറിച്ച് പാവപ്പെട്ട വിശ്വാസികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതിനുശേഷം ലവ് ഫീസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രഹസന ഫീസ്റ്റിൽ പോയി ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. അടുത്ത ഭാഗം നോക്കുക. അവർ അന്യോന്യം ദുഷിക്കുകയും ന്യായപ്രമാണത്തെ പോലും ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവരായിരുന്നു. 4 11 12 വാക്യങ്ങൾ. അന്നത്തെ കാലത്ത് അത്രയുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിൻ്റെ 10 മടങ്ങ് അന്യോന്യം ദുഷിക്കുന്നില്ലേ? ന്യായപ്രമാണത്തെ ദുഷിച്ച് അതിലെഴുതാത്ത കാര്യങ്ങൾ പറയുകയും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയും അവർ ചെയ്യുന്നതാണ് നീതി ന്യായം എന്ന് വിധിക്കുകയും ചെയ്യുന്നില്ലേ? അടുത്തത്, അവരിൽ പലർക്കും ശണ്ഠയും കലഹമുള്ളവരും ഭോഗപ്രിയരും ലോകസ്നേഹികളും ദൈവത്തോട് തന്നെ ശത്രുതാ മനോഭാവം ഉള്ളവരും ആയിരുന്നു. 4 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അയ്യോ കഷ്ടം! ഇന്നത്തെ ഈ തലമുറയിൽ തങ്ങൾ അംഗങ്ങളായി നിൽക്കുന്ന സംഘടനയ്ക്കെതിരെ കേസ് കൊടുക്കുകയും സ്റ്റേ വാങ്ങിക്കുകയും ജാതീയ ന്യായാധിപന്മാരുടെ മുൻപിൽ വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് അവർ പറയുന്ന കള്ളം സത്യമാണെന്ന് സത്യപ്രതിജ്ഞ നടത്തുകയും ചെയ്യുന്ന നേതാക്കന്മാരുള്ള കാലമല്ലേ ഇത്? ഒരേ സഭയിൽ ഒരേ രജിസ്റ്റർ ബുക്കിൽ പേരുള്ള വിശ്വാസികൾ തമ്മിൽ കേസും അന്യായവും നടക്കുന്നില്ലേ? ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഇതാകുന്നു രാജകീയ പുരോഹിത വർഗം എന്ന് സ്വയാഭിമാനം കൊള്ളുന്ന വ്യക്തികൾ ചെയ്യേണ്ടത്. വിവരിക്കുന്നില്ല. യാക്കോബിന്റെ കാലത്ത് അവിടെ ധനവാന്മാരായിരുന്നവർ തങ്ങളുടെ നിലങ്ങളിൽ വേല ചെയ്ത വേലക്കാരുടെ വേലക്കൂലി പിടിച്ചു വെച്ചവരും അവർക്ക് അർഹമായ കൂലി കൊടുക്കാത്തവരും ആയിരുന്നു. 5 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി. ഇത് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ പദങ്ങളോ ആരോടെങ്കിലുമുള്ള ദേഷ്യാനുഭാവത്തിലോ കോപത്തിലോ പറയുന്ന വിഷയങ്ങളല്ല. കൂലി പിടിച്ചു വെക്കുക, ദിവസക്കൂലി എന്നായി പറഞ്ഞതേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് 800 രൂപ 1000 രൂപ വാങ്ങിച്ചിട്ട് അഹോവൃത്തി നടത്തുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് 100 രൂപ കുറച്ച് കമ്മീഷൻ വാങ്ങിക്കുകയും മറ്റും ചെയ്യുന്ന കമ്മീഷൻ തൊഴിലാളികളുടെ മേലാളന്മാർ ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ? 3, 4, 5, 6 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങി വിദേശത്തേക്ക് ആളുകളെ കടത്തി വിട്ടിട്ട് അവരെ കഷ്ടപ്പെടുത്തി അവർക്ക് പറഞ്ഞ ജോലി കൊടുക്കാതെ ഒട്ടകങ്ങളെ നോക്കുകയും ആടുകളെ തീറ്റുകയും ചെയ്യിക്കുന്ന വിധത്തിലുള്ള വീസ ശരിയാക്കുന്ന പെന്തക്കോസ് പാസ്റ്റർമാരും കമ്മീഷൻ ഏജന്റന്മാരും ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ? അവരുടെ കണ്ണുനീരിന്റെ വില കൊടുത്തേ മതിയാകൂ എന്ന് മറന്നു പോകരുത്. അതേസമയം അവർ തമ്മിൽ ഭൂമിയിൽ ആഡംബരപൂർണരായി ജീവിച്ചു വരുന്നു. ചിട്ടിക്കമ്പനികൾ തുടങ്ങി പാവപ്പെട്ടവനെ കൊണ്ട് സാധാരണ നിയമമനുസരിച്ചുള്ള പലിശയേക്കാൾ കൂടുതൽ തരാം എന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ച് പെൺകുട്ടികളെ വിവാഹം ചെയ്യിച്ച് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് മകളെ വിവാഹം ചെയ്യിക്കുവാൻ വെച്ചിരുന്ന പണം 5 വർഷം കഴിഞ്ഞാൽ ഇരട്ടിയാക്കി തരാമെന്നും പറഞ്ഞ് ബാങ്കിൽ ഇട്ടിട്ട് ആ കാശു വേറെ കള്ളത്തരം കാണിച്ച പെന്തക്കോസിന്റെ നേതാക്കന്മാർ ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ? ഉണ്ട്. അതേസമയം അവർ ഭൂമിയിൽ ആഡംബരപൂർണരായി ജീവിച്ചു വന്നു. എന്തെല്ലാമായി പാവപ്പെട്ടവന്റെ പൈസ വാങ്ങിച്ച് BMW, ബെൻസ്, ഓഡി, വോൾവോ മുതലായ വണ്ടികളിൽ യാത്ര ചെയ്യുകയും ഈ പട്ടണത്തിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടണത്തിൽ പോയി അതിമനോഹരമായ ഹോട്ടലുകളിൽ
ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജകീയ പുരോഹിത വർഗം ഇല്ലേ? ഉണ്ട്. മക്കളുടെയും വിവാഹത്തിന് രാജകീയമായ ഓഡിറ്റോറിയത്തിൽ 7 ദിവസം 8 ദിവസം തുടർമാനമായി ബഫേ ഭക്ഷണം കൊടുത്ത് തങ്ങളുടെ പ്രൗഢി കാണിച്ച നേതാക്കന്മാർ ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ? ആര് പിണങ്ങിയാലും ഇങ്ങനെയുള്ള അനാത്മീയ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ വിഷയങ്ങൾ വിളിച്ചു പുറത്ത് കാണിക്കണം. ആരും തെറ്റിദ്ധരിക്കരുത്. 4-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പല ലോകസ്നേഹം, പാപപ്രവൃത്തികളിൽ തന്നെ ജീവിതം തുടർന്നു വന്നവർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തും പല മടങ്ങ് വർധനവുണ്ടെന്ന് മാത്രം. അപ്പോൾ ഏതൊക്കെയായിരുന്നുവെന്ന് വിഷയങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് കൂടെ ശ്രദ്ധിക്കുക. അവർക്ക് ദൈവസ്നേഹത്തെക്കാൾ ലോകസ്നേഹം ഉള്ളവർ ആയിരുന്നു. ആകയാൽ യാക്കോബിന്റെ ഭാഷയിൽ അത് ദൈവത്തോട് ശത്രുത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. അധ്യായം 4:4. അവരെ യാക്കോബ് പാപികൾ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. പാപത്തിന്റെ ശമ്പളം മരണം. ഇപ്പോ വെള്ളക്കുപ്പായവും സൂട്ടും കോട്ടും ഒക്കെ ധരിച്ച് ആഡംബര കാറുകളിൽ യാത്ര ചെയ്ത് കയറി വരുമ്പോൾ പാസ്റ്റർമാർ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വാതുക്കൽ ഓടിച്ചെന്ന് അവരെ വിളിച്ച് ആനയിച്ച് പ്ലാറ്റ്ഫോമിലുകൾ ഇരുത്തി. സമയമില്ലെങ്കിലും അവർക്ക് സമയം കൊടുക്കാറുണ്ടല്ലോ. അവർ കൈകൾ വെടിപ്പില്ലാത്തവരും ഹൃദയശുദ്ധിയില്ലാത്തവരും ഇരുമനസ്സുള്ളവരുമായിരുന്നു അത്രേ. 4-ാമത്തെ 8-ാമത്തെ വാക്യം. കൈക്കൂലിയുടെ പണം, അന്യായത്തിന്റെ പണം, അരുതാത്തവരെ പിടിക്കുകയും തൊടുകയും ചെയ്യുന്ന കരങ്ങൾ. വിവരിക്കുന്നില്ല, ലജ്ജ തോന്നുന്നു. ഇവരെയൊക്കെ രാജകീയ പുരോഹിത വർഗത്തിന്റെ ഗണത്തിൽപ്പെടുത്തി ഇവരെ കൊണ്ട് തിരുവത്താഴ ശുശ്രൂഷ നടക്കുമ്പോൾ അപ്പം നുറുക്കി ഇവരെ കൊണ്ട് പാവപ്പെട്ട വിശ്വാസികൾക്ക് സെർവ് ചെയ്യുന്ന ശുശ്രൂഷകൾ നടത്തുന്നു. കമ്മിറ്റി മെമ്പേഴ്സാക്കി വെക്കുന്നു. സെക്രട്ടറി എല്ലാവരെയും അടച്ചു പറയുകയല്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള പ്രമാണമല്ലേ ഇന്നത്തെ ആത്മീയഗോളത്തിൽ നടക്കുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷത ഏത് നിമിഷവും ആകാം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അവർ സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നവരും ലാഭം ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ രഹസ്യമായി ചെയ്ത് വ്യാപാരമോഹികളും ആയിരുന്നില്ലേ? ഇന്നും വ്യത്യാസം വല്ലതും ഉണ്ടോ? അധ്യായം 4:14. യാക്കോബ് ഇതെല്ലാം തുറന്ന് തെളിച്ചു പറയുകയാണ്. രാജകീയ പുരോഹിത വർഗമേ, ലജ്ജ തോന്നണം. നിങ്ങളുടെ നേതാവായിരുന്ന രാജാധിരാജാവ് തലചായ്പാൻ ഇടമില്ലാത്തവനായിരുന്നു എന്ന് മറന്നു പോകരുത്. ഉടുതുണിക്കും മറുതുണിയില്ലാത്തവനും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാത്തവനും രാത്രിയിൽ മലയിൽ സമയം ചിലവഴിച്ചവനും ചാട്ടവാർ കൊണ്ട് അടികൊണ്ടവനുമായിരുന്നു. നിങ്ങളോ? അടുത്തത്, അവർ ദൈവഹിതത്തിനും സമയത്തിനും ഏൽപ്പിച്ച് ജീവിക്കുന്നതിന് പകരം നാളെ എന്ത് സംഭവിക്കും എന്നറിയാതെ വമ്പ് പറയുന്നവരും സ്വയം വിഭാവന ചെയ്യുന്ന പാപിയെക്കുറിച്ച് പ്രശംസിച്ച് ദോഷം ചെയ്യുന്നവരുമായിരുന്നു. അധ്യായം 4:15-16. ഈ വക കൃത്യങ്ങൾ പാപം തന്നെ എന്ന് താൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു. അധ്യായം 4:17. ദൈവമേ, ഈ വക പ്രവൃത്തികൾ ഇന്നത്തെ ആത്മീയഗോളത്തിൽ നടന്നും കണ്ടും വരുമ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് തിരുവചനത്തിന് മുടിവുര കൊടുത്ത കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അതിനുവേണ്ടി കേൾക്കുന്നവരെ തിരുപ്പാദപീഠത്തിൽ സമർപ്പിച്ച താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.